കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മുതിര കൊണ്ട് തയ്യാറാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പം മുതിര എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവരുടെ വിചാരവും അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയല്ലേ. എന്നാൽ ഈ ഒരു ചമ്മന്തി വന്നിട്ട് വളരെ ടേസ്റ്റിയാണ്, തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടി പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ചമ്മന്തി മാത്രം മതി, അത്ര ടേസ്റ്റിയാണ്. പിന്നെ ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒന്നും സൈഡായിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ, ചോറിൻ്റെ കൂടെ മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിര ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മുതിര നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുതിരയിൽ കല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. മുതിരയിൽ നമ്മൾ കഴിയപ്പോൾ ഉള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി മുതിര നല്ലപോലെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തീയെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്, അല്ലാന്നൊരിക്കലും പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും കേട്ടോ, ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. പിന്നെ ഈ ഒരു മുതിര വന്നിട്ട് ഒരുപാട് പോഷക ഗുണമുള്ള പയറുവർഗ്ഗങ്ങളിൽ ഒന്നാണ്. മുതിര കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് പാകം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും മുതിര കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ മുതിര പാകം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മുതിരയെല്ലാം നല്ലപോലെ കഴുകി അതിനകത്തുള്ള ആ ഒരു കല്ലും അഴുക്കും ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം, കുറച്ചധികം തിളച്ച വെള്ളം, നമ്മൾ സാധാരണ പയറൊക്കെ കുതിർത്ത് വെക്കാറില്ലേ, അതുപോലെ കുറച്ചധികം തിളച്ച വെള്ളം ഒഴിച്ച് കാസറോൾ അടച്ചു വെച്ച് ഒരു 8-10 മണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വെക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 5-6 വിസിൽ വരുത്തുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മുതിര വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു മുതിര വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റും. മുതിര പുഴുക്ക്, മുതിര തോരൻ, അതുപോലെ തന്നെ മുതിര വിളയിച്ചതൊക്കെ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് മുതിര വിളയിച്ചത്. പിന്നെ ഈ ഒരു മുതിര നമ്മൾ വല്ലപ്പോഴും എങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒരുപാട് അയൺ കണ്ടന്റ്, അതുപോലെ തന്നെ കാൽഷ്യം, പ്രോട്ടീന്, ഫൈബർ കണ്ടന്റ്, ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങളിൽ ഒന്നാണ് മുതിര എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മുതിരയെല്ലാം ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ ഒരു കളറെല്ലാം ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. തന്നെയല്ല ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ വേണം നമ്മൾ മുതിര വറുത്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ചമ്മന്തിക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. തന്നെയല്ല അധികം എരിവും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ മുളകും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം മുതിരയും മുളകും ഒക്കെ വറക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് എണ്ണ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എണ്ണയൊന്നും ചേർക്കാണ്ട് തന്നെയാണ് നമ്മളിത് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന മുതിരയെല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുതിരയെല്ലാം ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുഞ്ഞുള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. 10 കുഞ്ഞുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കുഞ്ഞുള്ളി ഇല്ലയെന്ന് വരികിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സവാളയോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വറ്റൽമുളകാണ്.
അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യമായ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവ് മുതിരയ്ക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ചമ്മന്തി വന്നിട്ട് നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ തയ്യാറാക്കാറില്ലേ, അതുപോലെ നമുക്കിത് തയ്യാറാക്കി വെക്കാൻ പറ്റും. അങ്ങനെയാണെന്ന് വരികിൽ നമ്മൾ ഇതിലേക്ക് ഉള്ളി ചേർക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന തേങ്ങയും കൂടി ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിക്കൊക്കെ ഒന്ന് വറുക്കുന്ന പോലെ വറുത്ത് മുതിരയും കൂടെ ചേർത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ കുറച്ചധികം നാൾ കേടാവാതെ സൂക്ഷിക്കാനൊക്കെ പറ്റും. നമ്മുടെ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ പോലെ തന്നെ. അത് വന്നിട്ട് നമുക്ക് 1-2 സ്പൂൺ പൊടി ചോറിലിട്ടതിന് ശേഷം കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. നല്ലപോലെ ഒന്ന് അരഞ്ഞതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി എല്ലാം ഞാനിവിടെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചാണ് ഞാനിത് നല്ലപോലെ അരച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ മൊത്തം 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുതിര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വെള്ളം വേണം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി എല്ലാം ഞാനിപ്പോൾ ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നമുക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ഒരു ചമ്മന്തി വന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരല്പം നെയ്യും കൂടി ഒഴിച്ചാണ് കഴിക്കുന്നതെന്ന് വരികിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിത് ചമ്മന്തിപ്പൊടി പോലെ തയ്യാറാക്കി വെക്കാം. ഇതുപോലെ ചമ്മന്തി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. പിന്നെ കമൻറ്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.